of radius 30 millimeter is resting centrally on the top surface of a square plate of side 75 millimeter and of negligible thickness. Draw the isometric view. ഇപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എന്ന് പറയുന്നത് വരയ്ക്കേണ്ടത് ഐസോമെട്രിക് വ്യൂ ആണ്. ഐസോമെട്രിക് വ്യൂ ആകുമ്പോഴത്തേക്കും മൊത്തം 2 സ്റ്റെപ്സ്. 2 സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒരെണ്ണം സിമ്പിൾ പൊസിഷനും, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ പൊസിഷനും, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസോമെട്രിക് വ്യൂ. അപ്പോൾ ഇതിൽ സോളിഡ് എന്ന് പറയുന്നത് 2 സോളിഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് സ്ഫിയർ. ഇപ്പോൾ സ്ഫിയർ എന്ന് പറയുന്നത് ഒരു ബോൾ, നമ്മൾ സാധാ കാണുന്ന ഒരു ബോളിൻ്റെ ഷേപ്പിലായിട്ടായിരിക്കും സ്ഫിയർ വരുന്നത്. അപ്പോൾ സ്ഫിയർ എന്ന് പറയുന്നത് റെസ്റ്റ് ചെയ്യുന്നത് സെൻട്രലി ഓൺ ദി ടോപ്പ് സർഫസ് ഓഫ് എ സ്ക്വയർ പ്ലേറ്റ്. ഒരു സ്ക്വയർ പ്ലേറ്റ് ഉണ്ട്, ആ സ്ക്വയർ പ്ലേറ്റിൻ്റെ സർഫസിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ബോൾ റെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫിഗറാണ് വരയ്ക്കുന്നത്. അപ്പോൾ സ്ഫിയർ റെസ്റ്റ് ചെയ്യുന്നത് സ്ക്വയർ പ്ലേറ്റിന് മുകളിലായിട്ട്. സ്ക്വയർ പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 75 millimeter. സ്ക്വയർ പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 75. ഇത് ഞാനൊരു ഐസോമെട്രിക് പോലെ ഒരെണ്ണം 3 ഡയമെൻഷണൽ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാൻ നോക്കിയതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് യഥാർത്ഥത്തിൽ സ്ക്വയർ പ്ലേറ്റ് ആണ്. അപ്പോൾ ഇവിടെ സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് റേഡിയസ് 30 millimeter. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ 2 വ്യൂസാണ് വരുന്നത്. എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ള ഫ്രണ്ട് വ്യൂ, പിന്നെ ഒരെണ്ണം പറയുന്നത് ടോപ്പ്. ശരി. അപ്പോൾ ആദ്യമേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഒരു XY ലൈൻ വരയ്ക്കും. അപ്പോൾ നമ്മളൊരു ബോളിനെ എടുത്ത് ഒരു പ്ലേറ്റിന് മുകളിലായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ പ്ലേറ്റാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്ക്വയർ പ്ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്ക്വയർ പ്ലേറ്റിൻ്റെ XY വരച്ച് കഴിഞ്ഞിട്ട് ഒരു എഡ്ജ് എന്ന് പറയുന്നത് പാരലാക്കി വെച്ചു. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 75. എന്നിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന സ്ക്വയർ സർഫസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം സ്ക്വയർ പ്ലേറ്റ് ആണ്, അപ്പോൾ എല്ലാ എഡ്ജുകളും 75 വീതം തന്നെയാണ്. ഇത് ഇത്രയും വരച്ച് കഴിഞ്ഞതിന് ശേഷം ഈ സ്ക്വയർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ സ്പെറിക്കൽ ബോളിനെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പം സ്പെറിക്കൽ ബോളിനെ ഇതിൻ്റെ കൃത്യം നടുക്കായിട്ട് വേണം വയ്ക്കേണ്ടത്. അതിനുവേണ്ടി സ്ക്വയറിൻ്റെ 2 ഡയഗണൽസ് റഫായിട്ട് വരയ്ക്കുക. റഫായിട്ട് വരച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് സെൻറ്റർ കിട്ടും. ആ സെൻറ്റർ ഈ മീറ്റിംഗ് പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് വേണം സ്ഫിയർ വരയ്ക്കേണ്ടത്. സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 30. അപ്പോൾ 30 mm കോമ്പസിലെടുത്ത് ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ സർക്കിൾ വരച്ചു. 30 mm റേഡിയസ് എടുത്ത് ഈ പോയിന്റ് ഡയഗണൽസിൻ്റെ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സെൻറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് വന്നിട്ട് ക്വസ്റ്റ്യനെ തന്നിരിക്കുന്ന തന്നെ എടുത്താൽ മതി. റേഡിയസ് 30 millimeter. പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 75. ശരി. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. അപ്പോൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടി ഇതിൽ ഓരോ പോയിൻറ്റ്സിനെയും പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ പ്ലേറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്കും പ്ലേറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് സർക്കുലർ പ്ലേറ്റിന് നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്താൽ മതി XYയിൽ തന്നെ. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഫിയർ വരയ്ക്കണം അല്ലേ. അപ്പോൾ സ്ഫിയർ എന്ന് പറയുന്നത് ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോഴും സർക്കിളായിരിക്കും, ഫ്രണ്ട് വ്യൂവിൽ നോക്കിയാലും അതെന്ത് തന്നെയായിരിക്കും, സർക്കിൾ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു. നെക്സ്റ്റ് സെൻറ്ററിനെയാണ് സെൻറ്ററിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിയതിന് ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്തു, മുകളിലോട്ട് പോയിൻ്റ് എടുത്തിട്ട് XYയിൽ എത്തിയിട്ട് മുകളിലോട്ട്. സ്ഫിയറിൻ്റെ റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 30. അപ്പോൾ 30 mm ഹൈറ്റിലായിട്ട് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തിട്ട് ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സ്ഫിയറിനെ വരച്ചു. അപ്പോൾ രണ്ടിടത്തും സ്ഫിയറിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. രണ്ടും റേഡിയസ് 30 ആണ്. രണ്ടിടത്തും സെയിം തന്നെയാണ്. ഞങ്ങൾക്ക് റഫായിട്ട് വരച്ചുകൊണ്ട് ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ രണ്ടിടത്തും ഡയമെൻഷൻ എന്ന് പറയുന്നത് 30 തന്നെയാണ്. ഐസോമെട്രിക്കിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫിയറിൻ്റെ ഐസോമെട്രിക് വരയ്ക്കുമ്പോഴത്തേക്കും അതിൽ ഫ്രണ്ട് വ്യൂവിൽ സർക്കിളായിട്ടായിരിക്കും സ്ഫിയർ കാണുന്നത്. സ്ഫിയർ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിൽ നോക്കിയാൽ സർക്കിളായിരിക്കും, ടോപ്പ് വ്യൂവിൽ നോക്കിയാൽ സർക്കിളായിരിക്കും. ഓർക്കുക, ഐസോമെട്രിക് വ്യൂവിൽ നോക്കിയാലും അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂവോ പ്രൊജക്ഷനോ ആയിക്കോട്ടെ, അതിൽ നോക്കിയാലും നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് സർക്കിളായിട്ട് തന്നെയാണ്. അല്ലാതെ ഇവിടെ സർക്കിളിനെ എലിപ്സാക്കി മാറ്റി വരയ്ക്കണം. സ്ഫിയറിൻ്റെ പ്രത്യേകതയാണ്. സ്ഫിയർ ഫ്രണ്ട് വ്യൂവിൽ നോക്കിയാലും ഓർത്തോഗ്രാഫിക്കൽ ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും സർക്കിളായിരിക്കും. അതുപോലെ തന്നെ ഐസോമെട്രിക്കിലും സർക്കിൾ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിരുന്ന എക്സാക്ട് ഡയമെൻഷൻ 30, 75 വെച്ച് നമ്മൾ സ്ഫിയർ വരച്ചു. ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് 1 ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 സിമ്പിൾ പൊസിഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഐസോമെട്രിക് വ്യൂവിലോട്ട് പോകും. അപ്പോൾ ഇവിടെ സ്പിയറിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം സർക്കിൾ വരച്ചു, ഈ പോയിന്റ് സെൻറ്ററാക്കി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്പിയറിൻ്റെ റേഡിയസ് 30 ആണ്. അപ്പോൾ എക്സാക്റ്റ് ഡയമെൻഷൻ 30 എടുത്തിട്ട് സർക്കിളും വരച്ചു, പിന്നെ സ്ക്വയറും വരച്ചു. അപ്പോൾ ആദ്യമേ സ്ക്വയർ 75ൻ്റെ സ്ക്വയർ വരയ്ക്കുന്നതായിരിക്കും എളുപ്പം. ഫസ്റ്റ് 75 സ്ക്വയർ, 75 സ്ക്വയറും അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് R30. സ്ക്വയർ വരച്ചതിന് ശേഷം 2 ഡയഗണൽസ് വരച്ചു. ആ ഡയഗണൽസിൻ്റെ മീറ്റിംഗ് പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് റേഡിയസ് 30 എടുത്തുകൊണ്ട് സർക്കിൾ വരച്ചു. എന്നിട്ട് നമ്മളിത് പ്രൊജക്റ്റ് ചെയ്ത് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോഴത്തേക്കും സ്പിയർ എന്ന് പറയുന്ന സർക്കിളായിട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ സ്പിയറിൻ്റെ സെൻറ്റർ വരെയുള്ള ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 30 തന്നെയാണ്. എക്സാക്റ്റ് ആയിട്ടുള്ള ഡയമെൻഷൻ അല്ലെങ്കിൽ ട്രൂ ലെങ്ത് വെച്ച് തന്നെയാണ് വരച്ചത്. ഇനി നമുക്ക് ഐസോമെട്രിക് വരയ്ക്കാൻ വേണ്ടി ഇനിയിപ്പം സർക്കിളിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് തൽക്കാലം സെപ്പറേറ്റ് സ്ക്വയർ വരയ്ക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിയറിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും ഓർത്തോഗ്രാഫിക്കിലായാലും, അതായത് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോഴത്തേക്കും അതേപോലെ തന്നെ ഐസോമെട്രിക്കിൽ സർക്കിൾ തന്നെയാണ്. അതുകൊണ്ട് ഇനി ഈ സർക്കിളിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് പുതിയൊരു സ്ക്വയർ വരയ്ക്കേണ്ട കാര്യം ഇല്ല. അത് സ്പിയറിന് മാത്രമുള്ള പ്രത്യേകത. ഇനി ഈ സ്ക്വയർ നോക്കുമ്പോഴത്തേക്കും സ്ക്വയറിന് 4 കോർണേഴ്സ്, 1 ഇവിടെ ആയിട്ട്, 2 ഇവിടെ ആയിട്ട്, 3 ഇവിടെ ആയിട്ട്, 4. അപ്പോൾ ഈ 1 2 3 4 എന്ന് പറയുന്ന സ്ക്വയറിനെ ഐസോമെട്രിക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആദ്യം ബേസ് ലൈൻ വരച്ചു. ബേസ് ലൈൻ എന്ന് പറയുന്നത് സിംപ്ലി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ആ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചതിന് ശേഷം അതിൽ സ്യൂട്ടബിളായിട്ടൊരു പോയിന്റ് സെലക്ട് ചെയ്ത് 1 കൊടുത്തു. പോയിന്റിൻ്റെ പേര് 1 എന്ന് കൊടുത്തു. 30 ഡിഗ്രി ഇൻക്ലിനേഷൻ, 30 ഡിഗ്രി ഡിസ്റ്റൻസ് ആംഗിൾ നോട്ട് ചെയ്തിട്ട് 2 ലൈൻസ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ലൈൻ വരച്ചു, റൈറ്റ് സൈഡിലോട്ട് ഒരു ലൈൻ വരച്ചു. രണ്ടിടത്തോട്ട് ലൈൻസ് വരച്ചു. ഇവിടുത്തെ രണ്ടിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ബേസ് ലൈനുമായിട്ട് 30 ഡിഗ്രിയാണ്. 30. എന്നിട്ട് സാധാ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ സ്ക്വയറിനെ എന്ത് ചെയ്തു, ഐസോമെട്രിക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി 1 മുതൽ 2 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തു. 1 വെച്ചിട്ട് ലെഫ്റ്റ് ആമിൽ കട്ട് ചെയ്തു. അതേപോലെ തന്നെ 1 മുതൽ 4 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തു. 1 വെച്ചിട്ട് റൈറ്റ് ആമിൽ കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെയായിട്ട് പോയിന്റ് 2, ഇവിടെയായിട്ട് പോയിന്റ് 4. നെക്സ്റ്റ് 3 കിട്ടാൻ വേണ്ടി 2 മുതൽ 3 വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു. 2 വെച്ചിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്തു. അതേപോലെ തന്നെ 4 മുതൽ 3 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തിട്ട് 4 വെച്ചിട്ട് തൊട്ട് മുമ്പ് വരച്ച ആർക്കിനെ കട്ട് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് 3. നെക്സ്റ്റ് 2ഉം 3യുമായിട്ട് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ 3ഉം 4ഉമായിട്ടും ജോയിൻ ചെയ്യും. നെക്സ്റ്റ് 2 4 ഡയഗണൽ, ലൈറ്റർ ഷെയ്ഡിൽ 2 4 എന്ന് പറയുന്ന ഡയഗണൽ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ 1 3 എന്ന് പറയുന്ന ഡയഗണൽ. ഇവിടുത്തെ മീറ്റിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ഈ സെൻറ്റർ പോയിന്റ്, ഈ പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു വെർട്ടിക്കൽ വരയ്ക്കുക. ബേസ് ലൈനിൽ ഒരു വെർട്ടിക്കൽ വരയ്ക്കുക. വെർട്ടിക്കൽ. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യും. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ പാരലോഗ്രാമിൻ്റെ സെൻറ്ററാണ്. ഇനി നമുക്ക് വേണ്ട ഈ സ്പിയറിൻ്റെ സെൻറ്ററാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പിയറിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ ബേസ് ലൈനിൽ നിന്ന് 30 mm ഹൈറ്റിലായിട്ടാണ് സ്പിയറിൻ്റെ സെൻറ്റർ നിൽക്കുന്നത്. അല്ലെങ്കിൽ XY ലൈനിൽ നിന്ന് 30 mm ഹൈറ്റിലായിട്ടാണ് സ്പിയറിൻ്റെ സെൻറ്റർ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടുത്തെ ഈ പാരലോഗ്രാമിൻ്റെ സെൻറ്ററിൽ നിന്ന് 30 mm ഹൈറ്റ് എടുക്കുക. 30 mm ഹൈറ്റ് എടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് ഡയഗണൽസിൻ്റെ മീറ്റിംഗ് പോയിന്റിൽ നിന്ന് 30 mm ഹൈറ്റ് എടുത്തിട്ട് ഇവിടെയായിട്ട് സെൻറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പിയറിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഇവിടെ എത്രയാണോ നമ്മുടെ ഡിസ്റ്റൻസ് എടുത്തത്, ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 30 ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര തന്നെ എടുക്കുക, 30 mm തന്നെ ഡിസ്റ്റൻസ് എടുക്കുക. ഇത് സെൻറ്റർ C ആണെങ്കിൽ ഇവിടെയും സെൻറ്റർ C എന്ന് തന്നെ കൊടുക്കുക. ശരി, ഈ സെൻറ്റർ ഫിക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഇവിടെ വരയ്ക്കേണ്ട ഒരു സർക്കിളാണ്. കാരണം സ്ഫിയർ എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും എന്ത് തന്നെയാണ്, ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ സർക്കിള്, ഫ്രണ്ട് വ്യൂവിൽ സർക്കിള്, ടോപ്പ് വ്യൂവിൽ സർക്കിള്, അതേപോലെ തന്നെ ഐസോമെട്രിക് വ്യൂവിലും സർക്കിൾ തന്നെയാണ് സ്ഫിയറിൻ്റെ പ്രത്യേകത.
അപ്പോൾ ഇവിടെ ഇനി ഈ സർക്കിൾ വരയ്ക്കും. അതിൽ സർക്കിളിൻ്റെ സെൻറ്റർ സി എന്ന് പറയുന്നത് 30 mm ഹൈറ്റിൽ. ആ സി എന്ന് പറയുന്നത് 30 mm ഹൈറ്റിൽ, അതായത് ഇവിടുത്തെ ഹൈറ്റ് തന്നെയാണ് എടുത്തത്. ഇനി ഇതിൻ്റെ റേഡിയസ് വേണം. അപ്പോൾ ആക്ച്വൽ റേഡിയസ് എന്ന് പറയുന്നത് 30 ആണ്. ആക്ച്വൽ റേഡിയസ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ആ 30 mm ഡിസ്റ്റൻസിലാണ് നമ്മൾ സെൻറ്റർ സെറ്റ് ചെയ്തത്. നെക്സ്റ്റ് വരയ്ക്കേണ്ട ഈ സെൻറ്ററിൽ വെച്ചിട്ട് വരയ്ക്കേണ്ട റേഡിയസ് എന്ന് പറയുന്നത്, ഐസോമെട്രിക്കിൽ വരയ്ക്കേണ്ട റേഡിയസ് എന്ന് പറയുന്നത് 1.22 ടൈംസ് ആക്ച്വൽ റേഡിയസ്, 1.22 ടൈംസ് ക്യാപിറ്റൽ ആർ. ഈക്വേഷൻ ഒന്ന് ഓർത്തിരിക്കും, 1.22 ടൈംസ് ക്യാപിറ്റൽ ആർ. അപ്പം ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആർ എന്ന് പറയുന്നത് ഹിയർ ആർ ഈക്വൽ ടു 30, ഇവിടുത്തെ ഈ റേഡിയസ് 30 mm, അതിൻ്റെ 1.22. അപ്പോൾ കാൽക്കുലേറ്ററിൽ 1.22 ഇൻറ്റു 30, 36.6 ആണ് വന്നത്, ഈക്വൽ ടു 36.6. 36.6 മില്ലിമീറ്റർ റേഡിയസ് എടുക്കും. കോമ്പസിൽ എടുക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 36.6, 35, 36നും 37നും ഇടയ്ക്ക് എടുക്കും. എന്നിട്ട് സി സെൻറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കും. സി സെൻറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ. ഇതാണ് നമ്മുടെ സ്പിയറിൻ്റെ ഐസോമെട്രിക്. ഇപ്പോൾ നമ്മൾ ആദ്യമേ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്ത ആ ഒരു റേഡിയസ് വെച്ചിട്ടല്ല എന്ത് ചെയ്യുന്നത്, സർക്കിൾ വരയ്ക്കും. 1.22 ടൈംസ് ആർ എടുത്തിട്ടാണ് സർക്കിൾ വരയ്ക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ഇതൊന്ന് ഫ്രീ ഹാൻഡ് ആയിട്ടും കൂടെ വരച്ച് നിങ്ങൾ സർക്കിൾ വരച്ചിരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1.22 ടൈംസ് ക്യാപിറ്റൽ, 1.22 ടൈംസ് ക്യാപിറ്റൽ. ഇതിനി ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ നമ്മളിവിടെ വരയ്ക്കുന്നത് എല്ലാ ഐസോമെട്രിക് ലെങ്ത്തുകൾ വെച്ചായിരിക്കും. ഇവിടെ എല്ലാ ഐസോമെട്രിക് ലെങ്ത്ത് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ 30 ഐസോമെട്രിക് എടുത്തിട്ടായിരിക്കും നമ്മളിവിടെ ഫ്രണ്ട് വരയ്ക്കുന്നത്. എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഈ സെൻറ്റർ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന അവസാനത്തെ സർക്കിൾ എന്ന് പറയുന്ന ആക്ച്വൽ റേഡിയസ് വെച്ച് വരച്ചാൽ